മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഈ ഒരു ചോദ്യത്തിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്നത്തെ തൊഴിൽ വാർത്ത, അതായത് 2025 മാർച്ച് 8 വരെ ഉള്ളതാണ്. ഇന്ന് മൂന്നാമത്തേൻ്റെ അകത്ത് വന്നത്. അപ്പോൾ 8 വരെയുള്ള പുതിയ തൊഴിൽ വാർത്തയിലൊന്നാണ്. അപ്പോൾ ഒന്നാമത്തത്, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിന് പ്രക്രിയ ISRO ജനുവരി 16 വിജയകരമായി പൂർത്തിയാക്കി. പേടകങ്ങളുടെ പേര് എന്താണ്? SDX-ഉം SDX-2. അപ്പോൾ 1ഉം 2ഉമാണ്. SDX-1, SDX-2 ആണ്. 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ മുഖ്യാതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രാബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്. 76ാമത്തെ റിപ്പബ്ലിക്കാണ്. 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രാബോവോ സുബിയാന്തോ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് 2024 മുഖ്യാതിഥി. നെക്സ്റ്റ്, 15 മാസം പിന്നിട്ട ഗാസ യുദ്ധത്തിന് വിരാമം കുറിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതെന്നാണ്? അപ്പോൾ 2025 ജനുവരി 19-നാണ്. 2025 ജനുവരി 13-ന് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പോയിന്റിലെത്തിയ വാൽ നക്ഷത്രം ഏതാണ് എന്നുള്ളതാണ്. അത് കോമറ്റ് G3 അറ്റ്ലസ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷൻ അനുവദിച്ച സംസ്ഥാനം ഒഡീഷയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷൻ അനുവദിച്ചത് ഒഡീഷയിലാണ്. പെൻഷന് പുറമെ സൗജന്യ ചികിത്സയും നൽകുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ ഏത് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാതയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത്? എന്താണ് പേര്? സോനാമാർഗ് എന്നാണ്. സോനാമാർഗ്. ജമ്മുകാശ്മീരിലെ ഏത് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാതയാണ് ഉദ്ഘാടനം ചെയ്തത്? സോനാമാർഗ്. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ എത്രാമത് വാർഷികമാണ് അടുത്തിടെ ആഘോഷിച്ചത്? 150 ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ 150ാമത്തെ വാർഷികം. അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായ മലയാളിയാണ് ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായതാണ്? ബാഴ്സലോണ. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായതാണ് ബാഴ്സലോണ. ഗോത്ര സമരനായകനായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ചൊരു കേന്ദ്ര പദ്ധതിയാണ് പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0 ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഇതാദ്യമായി ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. ഇവയുടെ പേരാണ് INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷീർ. INS സൂറത്ത്, INS നീലഗിരി എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ്. INS വാഗ്ഷീർ മുങ്ങിക്കപ്പലുമാണ്. നെക്സ്റ്റ്, വിക്കിപീഡിയ ദിനം എന്നാണ്? ജനുവരി 15 വിക്കിപീഡിയ ദിനം. ഏത് ബ്രിട്ടീഷ് എഴുത്തുകാരൻ്റെ 75ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ബ്രിട്ടൻ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കിയത്? ജോർജ് ഓർവൽ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? K. അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് 30,000 രൂപയുടെ പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാണ് K. അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ്. അടുത്തത്, ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനും മുൻ മന്ത്രിയുമായ അരുൺ ഷൂരിയുടെ പുസ്തകം അടുത്തിടെ ഇറങ്ങിയിരുന്നു. അതിൻ്റെ പേര് ദ ന്യൂ ഐക്കൺ എന്നാണ്. ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ഷൂരിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ് ദ ന്യൂ ഐക്കൺ എന്നുള്ളത്.
നെക്സ്റ്റ്, US എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 ചുമതലയേറ്റത്? അത് 47 പറയുന്നത്. 47. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി. കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് 2ാമത്. ആലപ്പുഴയിലെ പുന്നപ്ര സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷനും 3ാം സ്ഥാനം പങ്കിടുകയും ചെയ്തു.